അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് അങ്ങനെ വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിലെ പ്രതിയായ അപ്പാനെ സ്വന്തം ഉപ്പയുടെ മുന്നിൽ വെച്ച് ചോദ്യം ചെയ്തു. തന്റെ ഇളയ മകനെ ഇല്ലാണ്ടാക്കിയ മൂത്ത മകനെ ഇനി ഒരിക്കലും കാണണ്ട എന്ന് ആഗ്രഹിച്ച ഉപ്പാന്റെ മുന്നിലേക്ക് അപ്പാനെ കൊണ്ടുവന്നു. ശരിക്കും പറഞ്ഞാൽ ആ മനുഷ്യൻ തകർന്നുപോയി. നീ എല്ലാം തകർത്തില്ലേടാ, എന്തിനായിരുന്നു ഇത് എന്നായിരുന്നു ആ മനുഷ്യൻ ആദ്യം അവനോട് ചോദിച്ചത്. ശരിക്കും പറഞ്ഞാൽ എല്ലാം കൊണ്ടും തകർന്ന അവസ്ഥയിലായിരുന്നു അപ്പാന്റെ ഉപ്പ എന്ന് പറയുന്ന അബ്ദുൾ റഹീം. ഈ അഫാനും അഫാന്റെ ഉപ്പായും തമ്മിലുള്ള കൂടിക്കാഴ്ച എന്ന് പറയുന്ന പോലീസുകാരുടെ ഒരു തന്ത്രം തന്നെയായിരുന്നു. ചിലപ്പം അഫാനെ ഉപ്പാന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഉപ്പയെ കാണുമ്പോൾ അഫാൻ പല സത്യങ്ങളും തുറന്നു പറഞ്ഞാലോ എന്ന് വിചാരിച്ചായിരിക്കും. അഥവാ ഇനി അഫാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ കാണാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടും അബ്ദുൾ റഹീമിന്റെ മുന്നിലേക്ക് അഫാനെ കൊണ്ടുവന്നത്. എന്തായാലും അതുവഴി ഒരുപാട് സത്യങ്ങൾ പുറത്തു വന്നു കേട്ടോ. അഫാൻ ഉപ്പയെ കണ്ടപ്പോൾ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞു. വൻ സാമ്പത്തിക ബാധ്യത തന്നെയാണ് അഫാനെ ഇങ്ങനെ ഒരു ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് ഉപ്പയോട് പറഞ്ഞു. ഇതിനെല്ലാത്തിനും കാരണക്കാരി അഫാന്റെ ഉമ്മയായിട്ടുള്ള ഷെമി തന്നെയായിരുന്നു. അവരാണ് ശരിക്കും പറഞ്ഞാൽ അഫാനെ ഇങ്ങനെയാക്കിയത്. വളരെ മോശം രീതിയിലായിരുന്നു അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു സാമ്പത്തിക അച്ചടക്കവും ഇല്ലാതെയായിരുന്നു ആ ഉമ്മ രണ്ട് മക്കളെയും വളർത്തിയിരുന്നത്. നമ്മുടെ കയ്യിൽ ഉള്ളതിനനുസരിച്ച് ജീവിക്കുമ്പോഴല്ലേ നമ്മുടെ ജീവിതം സ്മൂത്ത് ആയിട്ട് പോകുന്നത്. കയ്യിൽ 100 രൂപയോ ഉള്ളെങ്കിൽ അതനുസരിച്ച് നമ്മൾ ജീവിക്കാൻ പഠിക്കണം. 10,000 ആണുള്ളെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കണം. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വരവിനേക്കാൾ കൂടുതൽ ചിലവായിരുന്നു. ഇവരുടെ ഉപ്പ റഹീം വളരെ മിച്ചം പിടിച്ച് അയക്കുന്ന ഗൾഫിൽ നിന്ന് അയക്കുന്ന പണം ഇവരുടെ ചെലവിനൊന്നും തികയില്ലായിരുന്നു. കാരണം അത്രയ്ക്ക് ഹൈ ലെവലിലായിരുന്നു ഇവരുടെ ജീവിതം എന്ന് പറയുന്നത്. ഇവരാണ് ചിക്കനും മന്തിയും അൽഫാമും ഒക്കെ കഴിക്കത്തുള്ളൂ. അതിനനുസരിച്ചുള്ള വരുമാനം ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇതൊന്നും അങ്ങനെയൊന്നുമല്ല. കയ്യിൽ പൈസ ഇല്ലാതിരുന്നിട്ടും ലാർജ് പോർഷായിട്ട് ലാവിഷായിട്ടാണ് ഇവർ ജീവിച്ചിരുന്നത്. കയ്യിൽ പൈസ ഇല്ലെങ്കിൽ കടം മേടിച്ചിട്ടാണെങ്കിൽ ഇവർ ജീവിതം മെയിൻറ്റെയിൻ ചെയ്ത് പോകുമായിരുന്നു. അതിനിടയിൽ ഇവർ പല സാമ്പത്തിക തിരിമറികളും നടത്തി. അങ്ങനെ കടത്തിന് മുകളിൽ കടമായി. എന്നിട്ടും ഇവരുടെ ആ ഒരു റിച്ച് ലൈഫിന് ഒരു കുറവും വരുത്തിയില്ല. അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ. ഒരു ലൈഫ് സ്റ്റൈലിൽ ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെയൊക്കെ പുറകെ കടത്തിന് മേലിൽ കടം നിൽക്കുന്ന സമയത്ത് അപ്പാൻ വില കൂടിയ ഫോണും ബൈക്കും ഒക്കെ വാങ്ങിച്ചു. ഇതും ഇവര് കടം വാങ്ങിച്ചിട്ടാണ് ചെയ്തത്. അതിനിടെ കൊടുത്ത പണം തിരിച്ചു നൽകാതായതോടെ പലരും ഈ കടം കൊടുക്കുന്നവര് അതങ്ങ് നിർത്തിക്കളഞ്ഞു. ഇവര് ചോദിക്കുന്ന ആരും കാശ് കൊടുക്കാണ്ടായി. എന്നിട്ട് ഇവര് വലിയ ബ്ലേഡ് പലിശയ്ക്ക് പോലും പണം വാങ്ങാൻ തുടങ്ങിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം ഇവരുടെ ലാവിഷ് ലൈഫ് അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. അങ്ങനെ ഇരിക്കെയാണ് ഒരാളുടെ കയ്യിൽ നിന്ന് ഇവർ 50,000 രൂപ വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥ വരുന്നത്, ആ ഒരു ദിവസം വരുന്നത്. അപ്പാന്റെ ഉമ്മാടെയും കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. അങ്ങനെ ഒരുപാട് ആലോചിച്ച് അപ്പാൻ ഒരു വഴി കണ്ടെത്തി. കുടുംബക്കാരുടെ വീട്ടിൽ പോയി പണം ചോദിച്ചാലോ എന്ന് അപ്പാൻ വിചാരിച്ചു. അങ്ങനെ അപ്പാൻ പോക്കറ്റിലേക്ക് തപ്പി നോക്കിയപ്പോ തലേ ദിവസം 200 രൂപ അപ്പാന്റെ കാമുകി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 100 രൂപ എടുത്ത് അവന്റെ വണ്ടിയിൽ പെട്രോൾ അടിച്ചു. അങ്ങനെ അവൻ ഉമ്മാനെയും കൂട്ടി ബന്ധു വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് അവര് നല്ലൊരു തുക കടം ചോദിച്ചു. പക്ഷെ അവര് കൊടുത്തില്ലെന്ന് മാത്രമല്ല അപ്പാനെയും അപ്പാന്റെ ഉമ്മാനെയും അപമാനിച്ച് പുറത്തു വിട്ടു. അതോടെ അപ്പാന്റെ ഉമ്മാടെയും അപ്പാന്റെയും മുന്നിൽ ആ ഒരു ഇതടഞ്ഞു. 50,000 രൂപ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമായി. അപ്പാന്റെ നിയന്ത്രണം വിട്ടു. അങ്ങനെ ഉമ്മായെയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അപ്പാന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ബാലൻസ് 200 രൂപ ഫർസാന കൊടുത്ത 100 രൂപയിൽ ബാലൻസ് 100 രൂപ ഉണ്ടായിരുന്നു. അപ്പാനും ഷെമിയും കൂടി കയറി ഒരു ദോശക്കട കയറി ദോശ കഴിച്ചു. അതോടെ കയ്യിലുള്ള 100 രൂപയും തീർന്നു. അങ്ങനെ ഇവര് വീട്ടിൽ വന്നിരുന്ന് ചിന്തിച്ചു, നാളെ ആ 50,000 രൂപ എങ്ങനെ കൊടുക്കും? ആ കടക്കാരൻ വരും, അപ്പൊ 50,000 രൂപ കൊടുക്കണം. അങ്ങനെ അപ്പാൻ ഉറപ്പിച്ചു ഇനി എല്ലാവരെയും കൊന്നിട്ട് ജീവിതം അങ്ങ് അവസാനിപ്പിക്കാന്ന്. അതിന്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ ഉമ്മ എന്ന് പറയുന്ന ആ ഷെമി പുള്ളിക്കാരിയുടെ കഴുത്തിൽ ഷോള് മുറുക്കി. അങ്ങനെ പുള്ളിക്കാരി മരിച്ചു എന്ന് ഉറപ്പിച്ച് നമ്മുടെ അപ്പാൻ തിരിച്ചു പോകുമ്പോൾ ജീവന്റെ ഒരു കണിക ഷെമിയിൽ ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഇന്നും ജീവിച്ചിരിക്കുന്നു. പിന്നെ കൊണ്ട് നീണ്ട കൊലയായിരുന്നു. അതിനെ കുറിച്ച് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഞാൻ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അഫാന്റെ വല്ലുമ്മ, എളാപ്പ, എളാപ്പാന്റെ ഭാര്യ, സ്വന്തം അനിയൻ, കാമുകി, ഈ 5 പേരെയും കൊലപ്പെടുത്തി കളഞ്ഞു. ഇതെല്ലാം അഫാൻ ഉപ്പയുടെ മുന്നിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ. ഇതിന്റെ ഇടയ്ക്ക് ഒരു ഫേക്ക് കാര്യം ഇങ്ങനെ പറഞ്ഞായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഫാൻ മാർക്കോ സിനിമ കണ്ടിട്ടാണ് ഈ ഒരു കൊലകളെല്ലാം ചെയ്തിരുന്നത്. അതിനിടയ്ക്ക് തന്നെ മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും കൂടെ അഫാൻ നടത്തിയിരുന്നു. ഈ 5 പേരെ അല്ലാതെ വേറെ 2 പേരെയും കൂടെ അഫാൻ കൊലപ്പെടുത്താൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ അവസാന നിമിഷമാണ് പുള്ളിക്കാരൻ അതിൽ നിന്ന് പിന്മാറിയത്. അതിനുള്ള കാരണവും അഫാൻ പറയുന്നുണ്ട്. അതായത് പിന്നെ അഫാൻ തന്റെ പ്രിയപ്പെട്ട അനുജനെ കൊല്ലുന്ന സമയത്ത് അവന്റെ കുഞ്ഞനിയൻ തന്റെ കൺമുന്നിൽ പിടഞ്ഞു വീഴുന്നത് കണ്ടപ്പോൾ അഫാന്റെ മനസ്സങ്ങ് മാറി. അവന്റെ ഉള്ളൊന്ന് പിടയാൻ തുടങ്ങി. അവന്റെ ഉള്ളിലുള്ള ആ മനോധൈര്യം അങ്ങ് ചോർന്നുപോയി. അതോടെ തന്നെ ബാക്കി 2 പേരെ കൊല്ലാനുള്ള പദ്ധതി കൂടെ അഫാൻ ഉപേക്ഷിച്ചു. അങ്ങനെ സ്റ്റേഷനിൽ പോയിട്ട് പുള്ളിക്കാരൻ കീഴടങ്ങുകയായിരുന്നു. ഇനി കൊല്ലാൻ പ്ലാൻ ചെയ്ത ആ 2 വ്യക്തികൾ ആരൊക്കെയാണെന്നും അഫാൻ പറയുന്നുണ്ട്. ഉമ്മയുടെ ബന്ധുവായിട്ടുള്ള ഒരു സ്ത്രീയും അവരുടെ മകളും. അവരോട് പണം കടം ചോദിച്ചു, പക്ഷെ നൽകിയില്ല. അങ്ങനെ മനസ്സിൽ വിദ്വേഷം വന്നു. അവരെ കൊല്ലാൻ പദ്ധതി ഇട്ടു എന്നാണ് അഫാൻ പറഞ്ഞത്. ഈ തോന്നുന്നു ഇവര് തന്നെയാണെന്ന് തോന്നുന്നു തലേ ദിവസം അഫാനെ പിന്നെ പറഞ്ഞു വിട്ട അപമാനിച്ചു വിട്ട ആ ബന്ധു എന്ന് പറഞ്ഞു. അതേ കൂട്ടത്തിൽ തന്നെ ഈ പറഞ്ഞ ബന്ധുവിൽ നിന്നും കുറെ നാൾക്ക് മുമ്പ് തന്നെ കുറച്ച് പൈസ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു.
അവര് വാങ്ങിയ തുകയിൽ നിന്നും ഇരട്ടി പലിശയുമായി. അതുമായിരിക്കാം ചിലപ്പം അപ്പാന് വിദ്വേഷം വളരാൻ കാരണം. ശരിക്കും പറഞ്ഞ ആ അനിയന്റെ മരണം കണ്ടപ്പോഴുണ്ട് അപ്പാന്റെ ആ മനംമാറ്റം കാരണം ആ ബന്ധുക്കളെ രക്ഷപ്പെട്ടു. ഇനി അഥവാ അപ്പാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ, അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, അവന് പുറത്തിറങ്ങുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവനും ഭീഷണി ഉണ്ടാവും. അത് കൂടാതെ വേറൊരാളെയും കൂടെ അപ്പാൻ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, അപ്പാന്റെ അമ്മാവൻ. അതും ഈ അനിയന്റെ കൊലപാതകത്തിന് ശേഷം പിന്മാറുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അപ്പാന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന മൊത്തം 8 പേരായിരുന്നു. ആ 8 പേരിൽ 3 പേരാണ് ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത്. ഇതെല്ലാം ഉപ്പാടെ മുന്നിൽ വെച്ച് അപ്പാൻ തുറന്നു പറയുമ്പോൾ ആ ഉപ്പാടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തിനു വേണ്ടിയിട്ടാണല്ലേ ആ ഒരു ജന്മം? ഇനി തന്റെ ഉറ്റവരും ഇടയവരും എല്ലാരും നഷ്ടപ്പെട്ടു. പോറ്റു വളർത്തിയ ആ മകനാണെങ്കിൽ ഒരു കൊലപാതകയായിട്ട് മുന്നിൽ നിൽക്കുന്നു. ഒരായുസ് കൊണ്ട് അനുഭവിക്കാവുന്നതിനപ്പുറം ആ മനുഷ്യൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഉപ്പായുമായിട്ടുള്ള അപ്പാന്റെ കൂടിക്കാഴ്ച കൊണ്ട് മറ്റൊരു ഗുണം കൂടി ലഭിച്ചിട്ടുണ്ട്. അപ്പാനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അപ്പാന്റെ ആ ഒരു സമീപനം എന്താണെന്നുള്ളത് നമുക്കറിയാം. ഉപ്പായെ കാണുന്നതിന് മുന്നേ തെളിവെടുപ്പിനും അതിനൊക്കെ ഒരു ക്രൂര മനോഭാവത്തോടു കൂടിയായിരുന്നു വന്നത്. പക്ഷെ ഉപ്പായുമായിട്ട് ആ ഒരു കൂടിക്കാഴ്ച നടന്നതിന് ശേഷം അവൻ നല്ല കൂളായിട്ടാണ് നടന്നത്. എന്തായാലും അതുമായിട്ട് വന്ന ഒരു റിപ്പോർട്ട് ഉണ്ടാകും നമുക്ക്. വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിൽ തെറ്റുപറ്റിയെന്ന അഫാന്റെ കുറ്റസമ്മതം. ജയിൽ ഉദ്യോഗസ്ഥരോടാണ് അഫാൻ മനസ്സ് തുറന്നത്. മാതാപിതാക്കളെ കാണണമെന്നും അഫാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അഫാൻ ജയിലിൽ നല്ല നടപ്പാണെന്നും ആത്മഹത്യാ പ്രവണതയില്ല എന്നും അധികൃതരോട് മനസ്സ് തുറന്നു എന്നല്ലേ ഇപ്പോൾ മനസ്സിലാക്കാനാകുന്നത്. എന്താണ് പറയുന്നത്? ഈ പ്രതി ഇപ്പോൾ താൻ തെറ്റ് ചെയ്തു എന്ന ബോധ്യത്തിലാണോ? സ്മൃതി, തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാണ് ഇപ്പോൾ അഫാൻ ഉള്ളത്. സെൻട്രൽ ജയിലിലെ UT ബ്ലോക്കിൽ പ്രത്യേക നിരീക്ഷണത്തിലാണ്. ആത്മഹത്യാ പ്രവണത ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ വിലയിരുത്തുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റഡിയിലെടുക്കവേ അഫാന്റെ അടവ് നമ്മൾ കണ്ടതാണ്. ഈ ബാത്റൂമിൽ നിന്ന് ചാടുകയും താഴെ വീഴുകയും തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആത്മഹത്യാ പ്രവണത ഉള്ളതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലായിരുന്നു. സെല്ലിലടക്കം പോലീസ് ഉദ്യോഗസ്ഥർ കൂടെ താമസിച്ചുകൊണ്ടാണ് അഫാനെ കരുതലോടുകൂടി നോക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ആത്മഹത്യാ പ്രവണത ഇല്ല എന്നുള്ളതാണ് ജയിൽ അധികൃതർ വിലയിരുത്തുന്നത്. എല്ലാവരോടും നല്ല പെരുമാറ്റമാണ്. ആദ്യഘട്ടത്തിൽ ജയിലിലേക്ക് എത്തുമ്പോൾ ആഹാരമൊക്കെ കഴിക്കുന്നതിന് വലിയ വിമുഖതയായിരുന്നു. പക്ഷേ നിലവിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. കൃത്യമായ ആഹാരം കഴിക്കുന്നുണ്ട്, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട് എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥരോട് അഫാൻ പറഞ്ഞത് തനിക്ക് തെറ്റുപറ്റി, ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത് എന്നുള്ളതാണ് അഫാൻ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം മാതാപിതാക്കളെ കാണണമെന്നുള്ള ഒരു ആഗ്രഹവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കളെ കാണണം, കണ്ട് മാപ്പ് പറയണം, തെറ്റുപറ്റിപ്പോയി, തന്റെ സാഹചര്യം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തെറ്റിലേക്ക് തന്നെ നയിക്കപ്പെട്ടത് എന്നുള്ള ഒരു കാര്യവും പറയുന്നുണ്ട്. നേരത്തെ തന്നെ നമുക്കറിയാം, സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊലയിലേക്ക് നയിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്ത് വരികയും ചെയ്തിരുന്നു. അത് സ്ഥിരീകരിക്കുന്ന മൊഴി അടക്കം അഫാൻ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ആദ്യഘട്ടത്തിൽ ജയിലിൽ ഈ അധികൃതരോടൊക്കെ തന്നെ വലിയ രീതിയിൽ നീരസം പ്രകടിപ്പിച്ചിരുന്ന അഫാൻ ഇപ്പോൾ നല്ല നടപ്പാണ് എന്നുള്ളതാണ്. എല്ലാ രീതിയിലും സഹകരിച്ച് നല്ലൊരു കുട്ടിയായി ജയിലിൽ ഉണ്ട് എന്നുള്ളതാണ്. തനിക്ക് ശിക്ഷ ലഭിക്കും, തനിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യം അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്, അഫാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ തനിക്ക് രക്ഷപ്പെടാനാകുമോ, അല്ലെങ്കിൽ ഇത്തരം കൊലപാതകങ്ങളിൽ ഉണ്ടാവുന്ന നടപടികൾ, കേസുകൾ എന്താണ്, അതിന് ശിക്ഷ ക്രൂരത നാട് മറന്നിട്ടില്ല. അയാൾക്ക് അതിൽ കുറ്റബോധം എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ തെറ്റുപറ്റി എന്നൊരു ബോധ്യത്തോടു കൂടി അയാൾ ജയിൽ അധികൃതരോട് സംസാരിച്ചു എന്ന വിവരം ഇപ്പോൾ നമുക്ക് ലഭിക്കും. അത് ശരി. ഇപ്പൊ കുറ്റബോധം വന്നിട്ട് ഇനി എന്താ കാര്യം? നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ജീവനുകളെ ഇനി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഇവന് വാങ്ങിക്കൊടുക്കും. അത് നടപ്പാക്കുകയും വേണം. അതിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. എല്ലാം ഒരു നിമിഷം, കൊല്ലുന്നതിന് ഒരു നിമിഷം അവൻ ചിന്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഒന്നും വേണ്ട, ഇവൻ സ്വയം അങ്ങ് ജീവനൊടുക്കിയ തീർന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരെന്തിനാ കൊല്ലാൻ പോയത്? എന്തായാലും ജയിലിൽ അപ്പാന് നല്ല നടപ്പാണെന്നാണല്ലോ പുറമെ വരുന്ന റിപ്പോർട്ടൊക്കെ. ഇനി അതിന്റെ പേരിൽ അപ്പാന് ശിക്ഷയ്ക്ക് ഇളവ് ലഭിക്കുമോ എന്നാണ് എനിക്കിപ്പോ പേടി. അല്ല, ഇവിടുത്തെ നിയമമായതുകൊണ്ട് പറഞ്ഞു പോയത്. എന്തായാലും കൂടുതലൊന്നും ഞാൻ ഇതിന് പറയുന്നില്ല. എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.